നമസ്കാരം. ഗോതമ്പും വൈദ്യുതിയും ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾക്കെല്ലാം തീവില. ഇതുകൂടാതെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ പ്രശ്നങ്ങളാൽ വട്ടം ചുറ്റുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യയിലെ CJP മോഡൽ പ്രതിഷേധം പാകിസ്ഥാനിലുണ്ടായാൽ എന്താകും അവിടുത്തെ അവസ്ഥ? അത്തരമൊരു ഭയം പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലുള്ളവർക്കുണ്ട്. പാകിസ്ഥാനിലെ നിരാശരായ യുവാക്കൾ സംഘടിച്ചാൽ രാജ്യത്തെ നിലവിലെ ഭരണ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കാൻ സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വിയുടെ ആശങ്ക. ഇന്ത്യയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ സമാനമായ പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിലും അരങ്ങേറാമെന്നാണ് നഖ്വിയുടെ മുന്നറിയിപ്പ്. രാഷ്ട്രീയക്കാർ പാകിസ്ഥാന്റെ ഭരണവ്യവസ്ഥ പരിഷ്കരിച്ചില്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് അസീം മുനീറിന്റെ ശ്രമങ്ങൾ ശാശ്വതമായ ഫലം നൽകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബലൂചിസ്ഥാൻ, പാക് അധീന കശ്മീർ, ഖൈബർ പഖ്തൂൺഖ എന്നിവിടങ്ങളിൽ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നഖ്വിയുടെ ഈ തുറന്ന പറച്ചിൽ. ഇന്ത്യയിൽ പ്രതിഷേധമുണ്ടായപ്പോൾ അതിന് പരിഹാരം കാണാനും ആ സമരം അവസാനിപ്പിക്കാനും ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിന് സാധിച്ചു. എന്നാൽ തങ്ങൾക്കതിന് സാധിക്കില്ല എന്ന ഭയം പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലുള്ളവർക്കുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ ധ്രുവീകരണം എന്നിവയാൽ പാകിസ്ഥാൻ വലയുന്നതിനിടയിലും ബലൂചിസ്ഥാൻ, പാക് അധീന കശ്മീർ, ഖൈബർ പഖ്തൂൺഖ എന്നിവിടങ്ങളിലെ അശാന്തി അടിച്ചമർത്താൻ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലുമാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് തന്നെ ഇത്തരമൊരു പരാമർശം വരുന്നത് എന്നതും ചർച്ചയാകുന്നുണ്ട്. ഇന്ത്യയിലെ CJPയെ നഖ്വി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നിരാശരായ പാകിസ്ഥാനി യുവാക്കൾ ഒന്നിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരുന്നു നഖ്വിയുടെ വാക്കുകൾ. പാക് അധീന കശ്മീരിലെ പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇസ്ലാമാബാദിൽ തെരുവിലിറങ്ങിയ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം വന്നത്. അവിടെ ഭരണകൂടം നടത്തിയ മാരകമായ അടിച്ചമർത്തലിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ ഇക്കണോമിക് സമ്മിറ്റിൽ സംസാരിക്കവേ രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകർന്നിരിക്കുകയാണെന്ന് നഖ്വി തുറന്നു സമ്മതിച്ചു. നമ്മൾ ജീവിക്കുന്ന ഈ വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു. ഇതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല. ഘടനാപരമായ പരിഷ്കാരങ്ങളില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും ഇതേ വിഷയങ്ങൾ തന്നെയായിരിക്കും ചർച്ച ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്നും പുതിയ ഭരണ യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രാദേശിക സർക്കാരുകൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. യുവാക്കൾക്ക് സാമ്പത്തിക സഹായത്തേക്കാൾ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ വേണമെന്നും നഖ്വി തുറന്നു പറയുന്നു. ആ യുവാവിനെ നിങ്ങൾ ചെറുപ്പക്കാരനെന്നോ പാറ്റയെന്നോ മറ്റെന്തെങ്കിലും വിളിക്കട്ടെ, എന്നാൽ ആ പാറ്റകൾ ഒന്നിച്ചാൽ എല്ലാറ്റിനെയും അട്ടിമറിക്കാൻ അവർക്ക് കഴിയും എന്നായിരുന്നു നഖ്വി പറഞ്ഞത്. പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു പാകിസ്ഥാൻ നേരിടുന്ന ആഴത്തിലുള്ള വെല്ലുവിളിയെക്കുറിച്ച് നഖ്വി കൂടുതൽ വിശദീകരിച്ചത്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും സായുധ പ്രക്ഷോഭങ്ങളിൽ നിന്നും കരകയറ്റാൻ അസീം മുനീർ നടത്തുന്ന ശ്രമങ്ങൾ ശാശ്വതമായ ഫലം നൽകില്ലെന്നായിരുന്നു ഈ ഘട്ടത്തിൽ അദ്ദേഹം തുറന്നടിച്ചത്. ഫീൽഡ് മാർഷലിന്റെ കഠിനാധ്വാനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലെന്നും നഖ്വി പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ഭിന്നതയിലേക്കാണ് നഖ്വിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് വിലയിരുത്തലുകൾ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഒരു ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ സമ്മതിക്കുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യയിലെ ജനകീയ പ്രതിഷേധങ്ങളുടെ ആഘാതം പാകിസ്ഥാനിലെ ഭരണാധികാരികളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ മുന്നറിയിപ്പ്. ഇന്ധനക്ഷാമത്തെ തുടർന്ന് നേരത്തെ പാകിസ്ഥാൻ പെട്രോൾ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സർക്കാർ വാഹനങ്ങൾക്കുള്ള ഇന്ധനാനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുകയും സ്കൂളുകൾക്ക് അനിശ്ചിതകാല അവധി നൽകുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. കറാച്ചി ഉൾപ്പെടെ പല നഗരങ്ങളിലും കടുത്ത LPG ക്ഷാമവും രാജ്യം നേരിടുന്നുണ്ട്. പണപ്പെരുപ്പവും ജനസംഖ്യയും ഒരുപോലെ വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിന് വലിയ തലവേദനയാണ്. നിലവിൽ രാജ്യാന്തര നാണയനിധിയിൽ നിന്ന് ലഭിച്ച വായ്പയുടെ ബലത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്.